കുഞ്ഞുങ്ങളോടൊക്കെ നമ്മളെയൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പലരും, ഏത് കുട്ടിയായാലും ആരുടെ കുഞ്ഞായാലും ശരി, എങ്ങനെ പെരുമാറണം, അവരോടെങ്ങനെ ഇടപെടണം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും. ഇപ്പോൾ എൻ്റെ കൊച്ചുമോനെ ഇന്നലെ പറഞ്ഞ ഒരു പരാതി, എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പരാതിയാണ് ഇതിനാധാരം ഞാൻ ഈ പറയുന്നതിന്. അവന് 14 വയസ്സ് പ്രായമുണ്ട്. അവനെ ഒരു നല്ല സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ, ട്യൂഷന് പോകാനും ഒക്കെ സൈക്കിളിലാണ് പോകുന്നത് വരുന്നതുമൊക്കെ. അപ്പോൾ അവൻ താമസിക്കുന്നിടത്തു നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററോളം അപ്പുറത്ത് മാറി ഒരു കടയുണ്ട്. ആ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കടയിൽ ഫ്രൂട്ട്സാണ് കൂടുതലും, വെജിറ്റബിൾസും. അവിടെ നാടൻ പഴങ്ങൾ, അതായത് ഇപ്പോൾ ഏത്തക്കൊലയാണെങ്കിൽ നാടൻ കായ കിട്ടും. അപ്പം നമുക്കതിനകത്ത് ഒരു വലിയൊരു അഭിനിവേശമുള്ളതാണ് നാടൻ ഏത്തക്കായ എന്നൊക്കെ പറയുമ്പോൾ. നാടൻ കായ എന്ന് പറയുമ്പോൾ അത് വളരെ ഇതാണ്. അതുപോലെ പച്ചക്കറി ഒക്കെ ഒരുമാതിരി നാടൻ പച്ചക്കറികളും ഒക്കെ അവിടെ കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ മകൾ ഈ സാധനമൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ മോൻ്റെ അടുത്ത് 2 ദിവസം മുമ്പ് പറഞ്ഞു, പോയിട്ട് ഒരു 10 രൂപയുടെ മല്ലിയില വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞു. ആ കടയിൽ നിന്ന് കിട്ടും. പക്ഷെ അത് മല്ലിയില എന്ന് പറയുന്നത് നാടനൊന്നും അല്ല, ഏതായാലും കിട്ടുന്നതായിരിക്കുമല്ലോ മല്ലിയില. അപ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഇവൻ സൈക്കിളും ചവിട്ടി, ഉച്ചയ്ക്കാണ് സൈക്കിളും ചവിട്ടി, ഈ പാവം ഈ വെയിലത്തൂടെ അവിടെ നേരെ ആ കടയിൽ പോയി. 1 കിലോമീറ്റർ യാത്ര ചെയ്ത് ആ കടയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോള് കൊടുത്തയച്ച അവൻ്റെ കയ്യിൽ ഒരു 100 രൂപയാണ്. അത് കൊടുത്തേക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10 രൂപയ്ക്ക് അവൻ എന്തെങ്കിലും ഇത് മല്ലിയില വാങ്ങിക്കും, ബാക്കിയുള്ള കാശുണ്ടല്ലോ അവനെടുത്ത് അവന് ഇഷ്ടമുള്ള സാധനമൊക്കെ എന്തെങ്കിലും വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നതാണ്. കൊടുത്തയച്ചു. അന്നേരം അത് ഈ 100 രൂപ കൊടുത്തവൻ പറഞ്ഞു, ഇവിടെ ബാക്കി തരാൻ. ഒരു സ്ത്രീയാണ് ആ കടയിരിക്കുന്നത്, അതായത് ഈ കടയുടെ ഉടമസ്ഥൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തിയാണ്. അവൻ പറഞ്ഞു, ഇല്ല, അത് ബാക്കി തരാൻ ഇവിടെ ചില്ലറയില്ല, അപ്പം വേറെ സാധനം എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി അവൻ കൂളായിട്ട് പറഞ്ഞു, അങ്ങനൊന്നും തരാൻ പറ്റത്തില്ല, അത് നിൻ്റെ വീട്ടുകാർ വന്ന് ചിലപ്പോൾ ചോദിക്കും. ആരും ചോദിക്കത്തില്ല, ഏതെങ്കിലും വേറെ സാധനം തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സ്ത്രീ തയ്യാറായില്ല അത് കൊടുക്കാൻ. പോയി 10 രൂപ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ വീണ്ടും സൈക്കിളെ വിട്ട് ഈ കുഞ്ഞ് ഇതേപോലെ വെയിലത്ത് വീണ്ടും 1 കിലോമീറ്റർ തിരിച്ച് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ഒരു 10 രൂപയും ഒരു 20 രൂപയും മോള് കൊടുത്തു. അപ്പോൾ നേരെ അവിടെ ഇതേപോലെ സൈക്കിളെ വിട്ട് തിരികെ ചെന്നപ്പോൾ ഈ സാധനം കൊടുത്തിട്ട് ഈ 10 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവള് നോക്കിയപ്പോൾ 10 രൂപ ഏതാണ്ട് കിഴിഞ്ഞിരിക്കുകയോ, ഏതാണ്ട് അവനടിക്കുന്ന നോട്ടല്ല, റിസർവ് ബാങ്ക് അടിച്ച നോട്ട് തന്നെയാണ്. അത് കുറച്ച് ഒരു അഴുക്കായ നോട്ട്. ഇത് എടുക്കത്തില്ല, നീ എന്തോ കളിപ്പിക്കാൻ വന്നേക്കാണോ, നീ മനപ്പുറം കളിപ്പിക്കാൻ വന്നേക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ ഒരുപാട് ആക്ഷേപിച്ചു. ആരാണ്ടൊക്കെ കേക്ക്. അവനത് കരഞ്ഞില്ലെന്നുള്ളേ ഉള്ളൂ, അവന് വളരെ അതുപോലെ സങ്കടമായി. എന്നിട്ട് ശേഷം അവനാ 20 രൂപ കൊടുത്തു. അതും അവൾ വാങ്ങിച്ചിട്ട് 10 രൂപ പിന്നെ അതിൽ നിന്ന് തിരികെ കൊടുത്തു. അവൻ വന്നിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഈ കടയിൽ ഒരു സാധനം വാങ്ങിക്കരുത്. ഞാനും ഈ ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആ കടയിൽ നിന്നാണ്. അപ്പം അതിൽ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഇനി മേലാൽ അവൻ്റെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കാറ. അതിൻ്റെ ഓണർ എന്നൊക്കെ പറയുന്നവൻ്റെ അടുത്ത് 10 രൂപയ്ക്ക് അത് അവിടെ കൊണ്ടുതരാൻ പറഞ്ഞാൽ അവൻ കൊണ്ടുതരുന്നവനാണ്. എന്നിട്ടാണ് ഈ കുഞ്ഞിനെ അയച്ച് ഇത് വാങ്ങിപ്പിച്ചിട്ട് ഇതുപോലുള്ള ഒരു വിഷമം ആ കുഞ്ഞിനുണ്ടായത്. അപ്പോൾ മേലാൽ ഇനി അവിടുന്ന് ഒരു സാധനം അപ്പം വാങ്ങിക്കണ്ട എന്ന് ഞങ്ങളൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇതുപോലെ അറിയാവുന്നവരുടെ അടുത്തൊക്കെ ഇത് പറയുകയും ചെയ്യും. ഇനി ഇത് അവനെ ഈ എൻ്റെ മരുമോൻ ഈ കടയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഒരുത്തമുണ്ട്, അവൻ്റെ അടുത്ത്, ഞാൻ പേരൊന്നും പറയുന്നില്ലെന്നുള്ളേ ഉള്ളൂ, അവൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് ഡോക്ടർക്ക് അറിഞ്ഞൂടെ അവരുടെ സ്വഭാവം, അവൻ്റെ പെണ്ണുപിള്ളയുടെ സ്വഭാവം അറിഞ്ഞൂടെ എന്ന്. എൻ്റെ മരുമോനാണോ അറിയേണ്ടത്? എൻ്റെ മരുമോനാണോ അറിയേണ്ടത് സ്വഭാവം, അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന്? മര്യാദയ്ക്കല്ലെങ്കിൽ ഇതുപോലൊക്കെ ഒരു ബിസിനസ് നടത്തുകയാണ്, ഒരു കച്ചവടമാണ്. അവിടെ വരേണ്ട ആളുകളടുത്ത് എങ്ങനെ പെരുമാറണം എന്നിവർ പഠിക്കണ്ടേ? പലരും അത് പഠിക്കുന്നില്ല. എന്ത് കഷ്ടമാണ് സത്യത്തിൽ. ആ കുഞ്ഞിനുണ്ടായ ആ സങ്കടമുണ്ടല്ലോ എനിക്ക്. പക്ഷെ എൻ്റെ അടുത്ത് അവൻ വന്ന അന്നേരം പറഞ്ഞത്, ഞാൻ അന്നേരം പോയേനെ, പോയിട്ട് ഞാനത് ചോദിച്ചേനെ. അത് അന്നേരം അപ്പോൾ എൻ്റെ മരുമോനെ അന്നേരം യഥാർത്ഥത്തിൽ എന്നെ ബോധവൽക്കരിച്ച് പറഞ്ഞു തന്നു. അത് വാപ്പ, അത് നമ്മളായിട്ട് അവരടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അത് ശരിയാണ്, ഒരർത്ഥത്തിൽ അതും ശരിയാണ്. പക്ഷേ എൻ്റെ സണ്ണിൻ്റെ വിളിച്ച അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം. ആദ്യം പറഞ്ഞത്, അയ്യോ അത് ഡോക്ടറുടെ മോനാന്ന് അറിഞ്ഞില്ല എന്ന്. അപ്പോൾ അവൻ ചോദിച്ചു, അത് എൻ്റെ മോനാന്നോ അല്ലയോ എന്നുള്ളതല്ലല്ലോ, ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവന് മറുപടിയില്ല, അത് അവരുടെ സ്വഭാവം അറിയില്ലേ എന്നാണ്.
അവൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവൻ്റെ തലയിലെഴുത്ത്. ഇതുപോലെ കുഞ്ഞുങ്ങളോട് പെരുമാറേണ്ടത് കച്ചവടക്കാർ പ്രത്യേകിച്ചും എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം തന്നെ ഏതാണ്ട് ഇപ്പം ഒരു സ്ഥാപനത്തെ നമ്മൾ കണ്ടതല്ലേ, ഈ സാൻഡ്വിച്ചിനകത്ത് ചിക്കൻ സാൻഡ്വിച്ച് വാങ്ങിച്ചു, അതിനകത്ത് ചിക്കൻ്റെ സാന്നിധ്യം വളരെ കുറവാണ് എന്ന് പറഞ്ഞ് പരാതിപ്പെട്ട കുട്ടികളെ കുത്താനായിട്ട് കത്തിയെടുക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ഓണറുടെ കുഴപ്പമല്ലത്. ആ ശൃംഖലയുടെ ഓണർ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ അടുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് ആ ചിക്കിങ്ങിൻ്റെ. പക്ഷേ അവിടെ ഒരു മാനേരെ ഇരുത്തിയിട്ടുണ്ട്. അവന് വല്ല ബോധമുണ്ടോ? അവൻ അടുക്കളയിൽ കയറിയിട്ട് കിച്ചണിൽ കയറി കത്തി എടുത്തുകൊണ്ട് ഇവരെ കുത്താൻ പോയെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കച്ചവടക്കാർ പെരുമാറേണ്ടത് ഇങ്ങനെയാണോ? അത് അവന് നഷ്ടമൊന്നുമില്ല, അവൻ വെറും മാനേരാണ്. ഇത് നഷ്ടം വരുന്നത് അൾട്ടിമേറ്റ്ലി ചിക്കിങ് മൻസൂറിനാണ്. അതെനിക്കറിയാം, കാരണം ലോകം മുഴുവൻ ബിസിനസ് നടത്തുന്ന ആളാണ് അയാൾ. അയാൾക്ക് വരുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ ഓരോ സ്ഥലവും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു മാനേര എന്ന് പറഞ്ഞ് ഒരുത്തനെ പിടിച്ചിരുത്തി, അവൻ ചെയ്ത പണിയാണ് നമ്മൾ കണ്ടത്. സകല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അതിൻ്റെ ദോഷം ആർക്കാണ് വരുന്നത്? ആ സ്ഥാപനത്തിന് മുഴുവനാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ കുഞ്ഞിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പെരുമാറുക എന്നൊക്കെ പറയുന്നത്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ, ഇതുപോലെ ഒരുപാട് ഇത് പറഞ്ഞ് നീ ഇങ്ങനെ കളിപ്പിക്കാൻ വന്നിരിക്കണോ, അവൻ ഇവിടെ വന്ന് പൊട്ടിക്കരഞ്ഞ് എൻ്റെ അടുത്ത്, വളരെ കഷ്ടമായി. അത് ഇങ്ങനെ ഈ രീതി പെരുമാറുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് ദോഷമാണെന്ന് ആലോചിക്കുള്ളൂ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ. ഇത് കുഞ്ഞുങ്ങളോടാണോ ഇങ്ങനെ ചെയ്യേണ്ടത്? എല്ലാവരും മനസ്സിലാക്കണം, പ്രത്യേകിച്ച് കച്ചവടക്കാർ എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്.